ഗോതമ്പിൻ പാടത്തിന്റെ കനകപ്പൂമണി കൊയ്തു മെതിക്കാൻ ഇടനെഞ്ചിൻ പാട്ടും പേരി പോണോരേ. ഒരു നേരം നിന്നെങ്കിൽ ഒരു നല്ല കഥ പറയാം. സ്നേഹിച്ച പെണ്ണിന്റെ കളരിക്കുന്നൊരു കഥ പറയാം. പാടം കൊയ്യുന്ന നേരം കേൾക്കാനെന്ന് കാതിൽ മൂടി ഇഷ്ടമായി അന്നേരി കൊയ്ത്തുമാട്ട് ഇടയ്ക്കുള്ള ദൈവത്തിൻ പ്രാർത്ഥനയും കേൾക്കാനും തന്നുടെ രണ്ടാം വസുവാൻ അന്നേ അന്നവൻ പരിണയിച്ചു. വയറ്റിൽ കളിയാക്കി പലരും ചൊല്ലി തന്നുടെ രണ്ടാം ഭാര്യ അന്നയ്ക്ക് കുട്ടികൾ ജനിച്ചതില്ല. അവസരം പാത്ത് തന്നീരായും പുത്തരും അന്നായെ ചേർന്ന് കളിയാക്കി. ദൈവത്തെ വിളിച്ചു കേണോ അന്നാഥൻ പ്രാർത്ഥന ദൈവം കേട്ടു. വിട്ടു വീണ പാടത്ത് ഗോതമ്പ് വിളഞ്ഞപ്പോൾ അന്നതൻ ഉള്ളിൽ തെളിഞ്ഞപ്പോൾ ഭവനത്തിൽ നിന്നൊരു പൗർണമി ചേരിയൊരു ആൺകുഞ്ഞ് ദൈവത്തിൻ ചൈതന്യം ഒഴുകുന്നു. കുഞ്ഞിന്റെ ചേര് കണ്ട് പ്രായമാക്കുക പലരും ദൈവത്തെ സ്തുതിച്ചിരുന്നു. അന്നക്കെങ്ങനെ തേജസ്വിയായ ഒരു ആൺകുഞ്ഞ് കൂട്ടത്തിൽ പുരോഹിതൻ ഏറി ചൊല്ലി ദൈവത്തിൻ അനുഗ്രഹം ഇത് തന്നെ. ഏകാലം കുടുംബം ബലിതക്കാൻ പോകുമ്പോൾ അന്നായ കുഞ്ഞിനെ വിളിച്ചിരുന്നു. ഇന്നു നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി പോകുന്നു. ഇത് ദൈവത്തിൻ ദാനമല്ലേ. നെഞ്ചു തുടിക്കുന്ന വാങ്ങാരാമെന്ന് ഉറക്കെ ചൊല്ലി പൈതലല്ലേ ഇവന്റെ ഉലകുടി വാരട്ടെ പിച്ച നടക്കാനായിരട്ടെ. അന്നത്തെ വാക്കു കേട്ട് കേൾക്കാനൊരു സംശയം. സാമുവേലിനെ ദൈവത്തിനായി സമർപ്പിക്കാനായി ഏറ്റടല്ലേ. ഭർത്താവിനോട് ചൊല്ലി വരുന്ന നാളിൽ കർത്താവിൻ സന്നിധിയിൽ സാമുവേലിനെ സമർപ്പിച്ചിടാം. പാടങ്ങൾക്കിടയിലൂടെ കുടിമാറിയ പിച്ച നടക്കുന്ന കുഞ്ഞിനെ സമർപ്പിച്ച ശിരോയിലെ കോടവേ അന്നയവൻ അടിച്ചു നിന്നു. ഇത്രയും നാൾ കാരാട്ടി വളർത്തിയ മകനെ പിരിയുവാനാകാതെ അവൾ തൻ മനം പിടഞ്ഞു. നെഞ്ചകം തകർന്നമ്മ നിലത്തിരുന്നു. പൈതല നെഞ്ചോടു ചേർത്തു ചൊല്ലി നേർച്ചകൾ നേർന്നപ്പോൾ ലഭിച്ചതല്ലേ യഹോവയ്ക്കാകിന്നെ സമർപ്പിച്ചു. വർഷങ്ങൾ മൂന്നായി പ്രാർത്ഥിച്ചു കിട്ടി ദൈവത്തിൻ